ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്യൂർ ആൻഡ് കെയർ എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമൃതോത്തരം കഷായവും സുദർശനത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാണ്. അതിൽ പറയുന്ന സുദർശനം എന്ന് പറഞ്ഞാൽ സുദർശനം ഫ്ലവറിനെ കുറിച്ചിട്ടാണ്. സുദർശനം എന്നടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ചക്രം വരും, അല്ലെങ്കിൽ സുദർശനം എന്നുള്ള പൂവിനെ കുറിച്ചിട്ട് വരും. ആ പൂവ് ആരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഈ വീഡിയോയില് സുദർശനം ഗുളിക, സുദർശന അരിഷ്ടം അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേമാതിരി സുദർശനം ഗുളികയും അമൃതോത്തരം കഷായം തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ബെറ്റർ, എന്തുകൊണ്ട് അതത്ര ബെറ്റർ അല്ല, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സുദർശനം ഗുളിക അല്ലെങ്കിൽ സുദർശന അരിഷ്ടം ബേസിക്കലി പനിക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. പനി മാത്രമല്ല, പനി, ചുമ, കോൾഡ്, മൂക്കൊലിപ്പ്, ഒരു മേലൊക്കെ ഫുള്ള് വേദനിക്കുക, വിറയൽ, ഒരു ഷിവറിങ് വരും. ഇങ്ങനെ പനി കൂടുമ്പോൾ ഭയങ്കരമായിട്ട് വിറയ്ക്കും. അതേമാതിരി തന്നെ തലവേദന, അല്ലെങ്കിൽ മൈഗ്രെയിൻ, സ്ട്രെസ്, ആപ്പിറ്റൈറ്റ് കൂട്ടാൻ, കുറച്ച് രീതിയിലുള്ള ഡൈജഷന് ചെറിയൊരു റോളുണ്ട്. അതേമാതിരി തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, അതേമാതിരി ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ, അതിനൊക്കെ നല്ലതാണ്. സ്കിന്നിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ടാണ് സുദർശനം വളരെ നല്ലതാണ്. പക്ഷെ സുദർശനവും അമൃതോത്തരവും തമ്മിലുള്ള വ്യത്യാസം, നേരിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും പനിക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ്. പക്ഷേ സുദർശനത്തിന് കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലാണ്. കാരണം സുദർശനത്തിന് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓക്കെ, ദേവദാരു ഉണ്ട്, വയമ്പുണ്ട്, അതേപോലെ ദാരുഹരിദ്രയുണ്ട്, പടോലയുണ്ട്. പടോലയൊക്കെ നമ്മുടെ ബോഡിയിലെ ചൂട്, അതായത് പിത്തത്തിനെ കുറയ്ക്കാനാണ് പടോലയ്ക്ക് കഴിയുക. അതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി വയമ്പുണ്ട്, വേപ്പലയുണ്ട്, പർപ്പടകപ്പുല്ലുണ്ട്. പർപ്പടകപ്പുല്ലൊക്കെ നമ്മുടെ അറിയാം, ഈ യൂറിനറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ബെസ്റ്റാണ്. ഓക്കെ, മധുരമുണ്ട്, പുഷ്കരമൂലുണ്ട്. പുഷ്കരമൂലത്തിന്റെ പേര് വന്നത് ഈ താമരയുടെ വേരിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് പുഷ്കരമൂല എന്നുള്ള പേര് വന്നത്. ഓക്കെ, പുഷ്കരമൂല, റൂട്ട്, മൂലം എന്ന് വെച്ചാൽ റൂട്ട്. അപ്പൊ ഇങ്ങനെ കുറെ മരുന്നുകളുണ്ട്. ഈ എല്ലാ മരുന്നുകളിലും അവരുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അമൃതോത്തരം കഷായത്തിൽ ഞാൻ ആ വീഡിയോയിൽ പോയാൽ കാണാം, അതിന് 2-3 മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുദർശനം കുറച്ചും കൂടി ഇറ്റ്സ് മോർ ബെറ്റർ. അത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, അമൃതോത്തരം കഷായമാണ്. ഓക്കെ, സുദർശനം ഗുളിക എന്ന് പറഞ്ഞാൽ അത് എല്ലാ മരുന്നുകളിലും സത്ത് എടുത്ത് ചേർത്ത് ആ സത്ത് കൊണ്ട് ടാബ്ലറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഗുളിക കുറച്ചും കൂടി എഫക്റ്റീവാണ്. അത് 2. മൂന്നാമത്തെ കാര്യം, സുദർശനത്തിന് പനിക്ക് മാത്രമല്ല, ഈ കോൾഡ്, ചുമ, അതേമാതിരി ബോഡിയിലെ വേദന, മൈഗ്രെയിൻ, തലവേദന, എല്ലാ തരത്തിലും പോയിട്ട് അത് ആ റോളാണ് സുദർശനത്തിനുള്ളത്. അമൃതോത്തരം കഷായം എന്ന് പറഞ്ഞാൽ പനിക്ക് മാത്രം. പിന്നെ പനിയും ദഹനത്തിലും അവിടെ ഒരു റോളുണ്ട്. അമൃതോത്തരം കഷായം അവിടെയാണ്. ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഡൈജഷൻ. ഓക്കെ, പക്ഷെ സുദർശനം ഡൈജഷന് റോൾ ഇല്ല എന്നല്ല, ചെറിയ രീതിയിൽ ആപ്പിറ്റൈറ്റ് ഒക്കെ കൂട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഈ അമൃതോത്തരം മെയിനായിട്ട് ലിവറിനെയും കിഡ്നിനെയും സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ സ്പ്ലീന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. സുദർശനം ചെയ്യും, പക്ഷെ മെയിനായിട്ട് അനീമിക് കണ്ടീഷൻസിന് സുദർശനം നല്ലതാണ്. കുറച്ചും കൂടി കൂടുതൽ സുദർശനമാണ് എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ സുദർശനം ഗുളികയാണ് പനിക്ക് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ. പക്ഷെ ചിലവർക്ക് സുദർശനം ഗുളികയും അമൃതോത്തരം കഷായം രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും വളരെ നല്ലതാണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് 7-8 വയസ്സുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഗുളിക മിണുങ്ങാൻ പഠിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. സുദർശന ഗുളിക ഇത്തിരി പാടാണ്, അത് ചതച്ചരച്ച് കൊടുക്കാൻ ഭയങ്കര കയപ്പാണ്, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ തേൻ വിചാരിച്ച് ഭയങ്കര കയപ്പാണ്, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ തേൻ വിചാരിച്ച് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല കുട്ടികൾക്ക്. പക്ഷെ എന്താന്ന് വെച്ചാല് മിണുങ്ങാൻ പഠിക്കണ ഏറ്റവും ബെസ്റ്റ്. ഇനി എങ്ങനെയാ മിണുങ്ങാൻ പഠിക്കുക? ബ്രെഡിന്റെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇങ്ങനെ റോൾ ചെയ്യുക, എന്നിട്ട് അത് മിണുങ്ങാൻ പഠിക്കും, ചെറിയ കഷ്ണം. അപ്പൊ എങ്ങാനും അത് കുടുങ്ങില്ല, കാരണം അത് ചെറുതാണ്. അതേമാതിരി ജെംസിന്റെ ചോക്ലേറ്റ്, പക്ഷെ ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ജെംസിന്റെ പകുതി ആക്കിയിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ വലുതാവും തോറും നമ്മൾ ഗുളിക ടാബ്ലറ്റ്സ് ഒക്കെ മിണുങ്ങാണ് ഏറ്റവും ബെസ്റ്റ്. അത് ചതച്ചരച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല. ആയുർവേദം അല്ലേ, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കഷായം ആണെങ്കിലും കഷായം ആർക്കും ഇഷ്ടമല്ല. അപ്പൊ കഷായത്തിന് ടാബ്ലറ്റ് അന്വേഷിച്ച് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു മഴക്കാലത്ത് ഈ പനി വളരെ വൈറൽ ഫീവർ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ മരുന്നുകളെ പറ്റിയിട്ട് അറിയണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സുദർശന ഗുളികയുടെ ആ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ദിവസം ഒരു ടാബ്ലറ്റ് മതി ഹണിയിൽ ചാലിച്ച് കൊടുക്കുക, പിന്നെ കഷായം 2 നേരം ഉണ്ടാവും. ഓക്കെ, പക്ഷെ എന്നാലും ഞാനിതൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ വേറൊരു മരുന്നിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അൺടിൽ ദെൻ, ബൈ.